സർ, FCRയെ കുറിച്ച് പാർലമെന്റിലൊക്കെ ഭയങ്കര ബഹളവും സഭ വിരിയലും ഒക്കെ വന്നു. ശീതകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് FCRയും നീറ്റിന്റെ ഇതും, പക്ഷെ അമിത്ഷായെ കാണുന്നുമില്ല. പക്ഷെ എന്താണ് ഈ FCRയുടെ കൂടുതൽ വിവാദങ്ങളിലേക്ക് വരുന്നത്? എന്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ? അതിനാദ്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു കറക്ഷൻ ആവശ്യമുണ്ട് കേട്ടോ. അമിത്ഷായെ കാണുന്നില്ലെന്നില്ല, പൊട്ടന്മാരും പറഞ്ഞ കാണാതാവോ? അമിത്ഷാ പാർലമെന്റിൽ വരുന്നുണ്ട്. ഉണ്ട്, ആ ദിവസം പാർലമെന്റ് വരുന്നുണ്ട്. നിരവധി ചർച്ചകളിലും കാര്യങ്ങളിലും പങ്കെടുക്കും. അദ്ദേഹം പറഞ്ഞാൽ ഹൗസിലല്ല, അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ മന്ത്രിമാരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അമിത്ഷാ മാത്രമല്ല, ഇവൻ നമ്മുടെ സുരേഷ് ഗോപി മന്ത്രിയാണ്. സുരേഷ് ഗോപിക്ക് മുഴുവൻ സമയത്തും സഭയിൽ വന്നിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് വേറെ ജോലി ഉണ്ടാവും. അദ്ദേഹം ഉണ്ടാവണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴാണ്. അന്നേരം ഉണ്ടാവണം, അല്ലാതെ ഇരിക്കുന്ന രീതിയില്ല. അത് നെഹ്റു തൊട്ടിട്ട് ഇന്ദിരാഗാന്ധി തൊട്ട് രാജീവ് തൊട്ട് ഇപ്പൊ ആരും ഇരുന്നിട്ട് ഇരിക്കാറുമില്ല. നേരെ കുറിച്ച് വേറെ ഒരു പണിയില്ലാതിരിക്കുന്ന രാഹുലിനെ പോലെ പ്രതിപക്ഷ നേതാവിന്റെ ഹാജര് നിലയിൽ നോക്കിക്ക്, അതിനെക്കാട്ട് കൂടുതൽ ഹാജര് നില അമിത്ഷായ്ക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, അതുപോലെ പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരുന്നു. അതെന്താന്ന് പറഞ്ഞാല് പാർലമെന്റിൽ ഒരു വിഷയം ഉന്നയിക്കുന്നതിന് അതിൻ്റെതായ രീതിയുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ഉടനെ അമിത്ഷാ സ്റ്റേറ്റ്മെന്റ് കൊടുത്തോളം നിയമമൊന്നുമില്ല. അതിന് റൂൾ അനുസരിച്ചിട്ട് ഇന്ന റൂളും പ്രകാരം ഇന്ന മോശം മൂവ് ചെയ്യുന്നു, അല്ല ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പം സ്പീക്കർ അത് കൗണ്ടർ പാർട്ടിന് ആരാന്ന് വെച്ചാൽ ഏത് മന്ത്രിക്ക് വെച്ച് കൊടുക്കുന്നു. ആ മന്ത്രി സ്റ്റേറ്റ്മെന്റ് പറയാൻ തയ്യാറാവുകയാണെങ്കിൽ ആ ഉയർത്തിയ റൂളും പ്രകാരം അതിന് മറുപടി പറയണം. അല്ലാതെ രാഹുൽ ഗാന്ധി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഇന്ന് പറഞ്ഞു അമിത്ഷാ വന്നു, നാളെ പറയുന്നു മോദി വരണം, മറ്റു തമ്പരാരും പോരാ. നമ്മുടെ മഹാരാഷ്ട്രയിലെ അത്വാലെ എന്ന് പറയുന്ന മന്ത്രി ഉണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ രാഹുൽ ഗാന്ധി വിളിക്കുമ്പം വരാം. അത് മലയാളത്തിലെ പത്രങ്ങളിലെ വാർത്ത കണ്ടാല് അങ്ങനെ തന്നെ തോന്നുകയും ചെയ്യും. ഇനി വേറൊരു കാര്യം നമുക്ക് കാണാനിരിക്കുന്നത്, ചോദിച്ച ആ ബില്ലുണ്ടല്ലോ, FCRA ബില്ല്, ആ ബില്ല് അത് പൈലറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അത് അതിൻ്റെ ഡിബേറ്റ് അവസാനിക്കുകയും സന്ദർഭത്തിൽ അമിത്ഷാ സംസാരിക്കും. ആ സംസാരിക്കുന്ന സമയത്ത് രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ ആ മുഖഭാവം ഒപ്പിയെടുക്കാൻ വേണ്ടി ക്യാമറകൾ തയ്യാറായിക്കൊള്ളുന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു വരവായിരിക്കും, അതൊരു പ്രകടനമായിരിക്കും. അനാവശ്യമായി വെറുതെ കുത്തിപ്പൊക്കി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിന് മറുപടി കിട്ടുന്ന അവസരം വരും. ഇനി FCRയിൽ എനിക്ക് ഏറ്റവും വലിയ അതിശയം എന്ന് പറയുന്നത്, അത് വേറെ പ്രശ്നമൊന്നുമില്ല. വിദേശത്ത് നിന്ന് ഭാരതത്തിലേക്ക് ഫണ്ട് വരുമ്പം NGOയ്ക്ക് ലഭിക്കുമ്പം അവര് കൃത്യമായ കണക്ക് വെക്കണം, ജെനുവിനിറ്റി വേണം. അല്ല എന്താണെങ്കിലും ഈ വിഷയം ആദ്യം ഉയർത്തി ഇന്ദിരാഗാന്ധിയാ. 1976 ഇന്ദിരാഗാന്ധിയാ നിയമമായിട്ട് വന്നത്. കാരണം അനാവശ്യമായ വൈദേശിക ഇടപെടലുകൾ ജനാധിപത്യത്തിന് അപകടകരമാകുന്നു, ഭാരതീയ ജനാധിപത്യത്തിന് അപകടകരമാകുന്നു എന്ന ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഈ ബോധ്യങ്ങളൊക്കെ ആപേക്ഷികമാണ്. ആ ബോധ്യം ഉണ്ടായതിൻ്റെ പേരിലാണ് ഇന്ദിര എന്ന ഈ ബില്ലുമായിട്ട് വന്നത്, ഈ നിയമമായിട്ട് വന്നത്. 2010 UPA ഭരണകാലത്ത്, സോണിയ മൻമോഹൻ സിംഗ് ഭരണകാലത്ത്, അന്നും ഈ ബില്ലിൽ കൂടുതൽ വ്യക്തത വരുത്തിയത് ഒരു കാര്യം ഓർക്കുക, 5000-ത്തിലധികം NGOസിനെയാണ് അന്ന് മൻമോഹൻ സിംഗിന്റെ കാലത്ത് അവരുടെ ലൈസൻസ് റദ്ദ് ചെയ്തത്. ഇതൊക്കെ ചരിത്രമാണ്. ഇപ്പോൾ സംഭവിച്ചെന്താന്ന് പറഞ്ഞാല് ഈ വിദേശ ഇടപെടൽ, സാമ്പത്തികമായ ഇടപെടൽ ഭാരതത്തിന്റെ ജനാധിപത്യത്തെയും സുരക്ഷിതത്വയും ബാധിക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നക്സലിസം. ഈ വരുന്ന പണം കുറേയധികം പറയേണ്ട ഒരു വിഷയമാണ്. ഈ വരുന്ന പണത്തിലെ നല്ലൊരു വിഭാഗം നക്സലുകളിലേക്ക് പോകുന്നു. ഉദാഹരണം, സ്വാമി ലക്ഷ്മണാനന്ദ ഒറീസയിൽ കൊല്ലപ്പെട്ടത് ക്രിസ്ത്യൻ മതപരിവർത്തനവാദികൾ നക്സലൈറ്റുകളെ വാടകയ്ക്കെടുത്താണ്
സ്വാമി ലക്ഷ്മണാനന്ദയുടെ കൊലപാതകം നടത്തിയത്. അതിന് കൊടുത്ത കാശ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആണെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട. അതുപോലെ ഛത്തീസ്ഗഡിലും മറ്റുമൊക്കെ നക്സൽ ആളുകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ കൂടുതലായ മേഖലകളിലൊക്കെ കേരളത്തിൽ നിന്ന് പോകുന്ന വൈദികരുൾപ്പെടെ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അവിടെ നിന്ന് ഈ നക്സലുകളുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പണം ഒഴുകുന്നുണ്ട്. മതപരിവർത്തനം, നക്സലുകളുടെ സഹായം, അതിന് വേറൊരു പശ്ചാത്തലം കൂടെ ഉണ്ട്. 1970-കളുടെ ആദ്യം അമേരിക്കയും ചൈനയും തമ്മിൽ യോജിപ്പായി കഴിഞ്ഞതോടെ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റില് ഇവിടെ രണ്ടുപേരുടെയും സോഴ്സ് ഏതാണ്ട് ഒരുപോലായി വന്നു. അപ്പം എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും അമേരിക്കയും സഹായിക്കുന്ന ഒരേ കൂട്ടരായിട്ട് വന്നു. അത് പലപ്പോഴും ചൈനയിൽ നിന്നുള്ള ഫണ്ട് അമേരിക്കയിലെത്തുന്നു. അത് ഈ പറയുന്ന മത ചാനലുകൾ വഴി ഭാരതത്തിലെത്തുന്നു. അത് സ്വീകരിക്കുന്ന മതമേലധ്യക്ഷന്മാരോ മതപ്രചാരകരോ ഒരു ഭാഗമെടുത്ത് മതപരിവർത്തനത്തിന് വിനിയോഗിക്കുന്നു, വേറൊരു ഭാഗമെടുത്ത് നക്സലുകൾക്കും രാജ്യവിരുദ്ധ ശക്തികൾക്കും അവരുടെ പ്രവർത്തനത്തിൽ കൊടുക്കുന്നു. ഈ കൃത്യമായ അന്തരീക്ഷം വന്നിടത്തുന്നതാണ്, ഈ ചാനൽ വ്യക്തമായിടുന്നതാണ്. ചൈന പോലും നമുക്കറിയാം, ചൈന അമേരിക്കയിലേക്ക് ചൈനയിൽ നിന്ന് ധനത്തിൻ്റെ ഒഴുക്കുണ്ട്. വിഷയം മാറിയാണെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പം ഡൊണാൾഡ് ട്രംപ് ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്താൻ തയ്യാറായത് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ചൈനയിൽ നിന്നുള്ള പണമൊഴുക്കിനെയാണ്. അമേരിക്കയുടെ തലമുറയെ അത് സ്വാധീനം ചെയ്യും, അമേരിക്കയുടെ ജനാധിപത്യത്തെ ബാധിക്കും, അമേരിക്കയെ തന്നെ ബാധിക്കും എന്നറിഞ്ഞുകൊണ്ട് അവിടെ തടസ്സപ്പെടുത്താൻ വേണ്ടി ട്രംപ് തയ്യാറായി. അപ്പം അമേരിക്ക എന്നല്ല, ഇംഗ്ലണ്ട് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും എല്ലാ രാജ്യങ്ങളും, കാനഡ, എല്ലാ രാജ്യങ്ങളും വിദേശത്തു നിന്ന് പണം വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിലിടപെടും. അതുപോലെ തന്നെ ഭാരതത്തിലും. അതുകൊണ്ട് തന്നെയാണ് ഭാരതം ഇപ്പം അടുത്ത സമയത്ത് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് അംഗം, അമേരിക്കൻ കോൺഗ്രസിലെ അംഗം പറഞ്ഞു, ഈ ബില്ല് പാസ്സായാൽ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളെ ബാധിക്കുമെന്ന്. അത് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് കൃത്യം മറുപടി കൊടുത്തു. ഞങ്ങളുടെ ആന്തരിക പ്രശ്നമാണ്, നമ്മൾ തീർത്തോളാം, ഞങ്ങൾ നോക്കിക്കോളാം. ഇത് വളരെ വിശദമായിട്ട് ഒരു അരമണിക്കൂറിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എങ്കിലും ഇത്രയെങ്കിലൊക്കെ പറയണം. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഏറ്റവും പ്രധാനമായി രണ്ട് കൂട്ടരുടെ താല്പര്യമാണ് ചിന്തിക്കേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവർ അവകാശപ്പെടുന്നു, അതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത്, ഇവരിപ്പോൾ എടുത്ത വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനെ ഫോറിൻ കോൺട്രിബ്യൂഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ കോൺട്രിബ്യൂഷൻ്റെ 25% അഡ്മിനിസ്ട്രേഷന് വേണ്ടി ചിലവാക്കാം. അല്ലാതെ അത് മുഴുവൻ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ചിലവാക്കി ശമ്പളം കൊടുക്കാനും പണം പോക്കറ്റിലാക്കാനും ഈ സഹായം സ്വീകരിക്കുന്നവർക്കും അവരുടെ ലോബിക്കും ആ പണം യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ അനുവദിക്കത്തില്ല. 25% മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ബാക്കി ഡിക്ലെയർഡ് കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കണം. അല്ല, പക്ഷെ സാർ, ഈ FCRA ഫണ്ട് ഇപ്പോൾ ഒരു NGOയിൽ വരികയാണെങ്കിൽ ഇത് എത്ര പെർസെൻറ്റേജ് എത്രയൊക്കെ എടുത്തെന്ന് എങ്ങനെ കണക്ക് പറയാൻ പറ്റും? അത് വേണമെങ്കിൽ നമുക്കൊരു ഫേക്ക് ആയിട്ട് എഴുതി. അല്ലല്ല, ആ കണക്കാണ് ഡൽഹിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെസിഗ്നേറ്റഡ് ബ്രാഞ്ചിൽ മാത്രമേ ആ പണം ഇടാൻ പാടുള്ളൂ. ഓ, അങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ഒരു നിയമം. ഓ, അങ്ങനെയാണ്. അല്ലെങ്കിൽ നല്ല സുഖം. ഈ പറഞ്ഞ കാര്യം നേരത്തെ ഉണ്ടായിരുന്ന കാര്യമാണ്, അതിനെ മാറ്റിക്കൊണ്ടാണ് ഈ സംവിധാനം വന്നിരിക്കുന്നത്. ഡൽഹിയിലെ ഡെസിഗ്നേറ്റഡ് ബാങ്കിൽ വരും, അതിന്റെ ഓഡിറ്റ് ഉണ്ടാവും. 75% ഡിക്ലെയർഡ് കാര്യത്തിന് വേണ്ടി ചിലവാക്കണം. ഇപ്പം ചാരിറ്റി ആണെങ്കിൽ മനുഷ്യ സഹായിക്കാൻ ചിലവാക്കണം. 25% മാത്രം നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്കോ വട്ട ചെലവിനോ ഉപയോഗിച്ചു. ഇനി ഏതെങ്കിലും കാരണവശാല് ഇവരുടെ ലൈസൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ലൈസൻസ് ഇല്ലാതായി റദ്ദാക്കപ്പെട്ടു കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് എന്തെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം ഗവൺമെന്റ് ഡെസിഗ്നേറ്റ് ചെയ്ത ഒരു ബോഡിയുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയം ഉണ്ടാവും. പക്ഷെ എൻ്റെ അടിസ്ഥാന ചോദ്യം, സമയക്കുറവുള്ള അതിലോട്ട് മാത്രം ഞാൻ വരിക,
ഈ കാര്യത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടാവേണ്ട ആർക്കാ? ഇന്ത്യയിലെ ആരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പണം കൊണ്ടിരുന്നത്? അങ്ങനെയാണെങ്കിൽ ആരെയും സഹായിക്കാനാണെങ്കിൽ ആ ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, ഇവിടുത്തെ ഇന്റർമീഡിയറ്റ്സ് അല്ല ഞാൻ പറയുന്നത്, ഇവിടുത്തെ ഇടനിലക്കാരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ പണം കിട്ടാൻ സാധ്യതയുള്ളത്, ആ സഹായം കിട്ടാൻ സാധ്യതയുള്ള ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിരോധം ഉണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാം, പ്രതിഷേധം ഉണ്ടായാൽ മനസ്സിലാക്കാം. നേരെ മറിച്ച് കൊടുക്കുന്നവനാണ് പരാതി, കിട്ടേണ്ടവനല്ല. അമേരിക്കയിൽ നിന്ന് ഈ പണം ഇങ്ങോട്ട് അയക്കുന്നവർക്കാണ് പരാതി, അവരാണ് പരാതിപ്പെടുന്നത്. എന്താ അതിന്റെ കാരണം? അവർക്ക് സഹായിക്കാനാണെന്നുണ്ടെങ്കിൽ സൊമാലിയയിൽ സഹായിച്ചാൽ പോരെ? ചൈനയില് ഇന്ത്യയെക്കാട്ടിൽ കൂടുതൽ പട്ടിണി ചൈനയിലാണ്. ചൈനയിൽ നിന്ന് സഹായിക്കാൻ പോകത്ത്. പാകിസ്ഥാന്റെ കാര്യം കഷ്ടമാണ്. ഇന്ത്യക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ പാകിസ്ഥാനിലെ പാവപ്പെട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ പോരെ? ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ട് കൊടുക്കണമെന്ന് ഇത്ര നിർബന്ധം എന്താ? ഒരു ചോദ്യം. രണ്ടാമതൊരു ചോദ്യം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിയുടെ നേതാവ്, CPMന്റെ നേതാവ് മറിയം അലക്സാണ്ടർ ബേബി, CPIയുടെ നേതാവ് ഡാനിയേൽ രാജ. ഇവർ രണ്ടുപേരും എന്നും അമേരിക്കൻ പണത്തെയും അമേരിക്കയെയും എതിർത്തിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്, കമ്മ്യൂണിസ്റ്റിന്റെ വക്താക്കളാണ്. അവരെന്തായാലും പെട്ടെന്നങ്ങ് ഈ ഡാനിയൽ രാജയും മറിയം അലക്സാണ്ടർ ബേബിയും ഒക്കെ ക്രിസ്ത്യൻ മതപരിവർത്തനത്തിന് ഉതകുന്ന തരത്തിൽ അമേരിക്കയിൽ നിന്ന് ഒഴുകുന്ന പണത്തിന് തടസ്സം ഉണ്ടാകുന്നതിന് പ്രതിരോധം തീർക്കാൻ ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം സ്വാഭാവികമാണ്, അവരൊക്കെ രാഷ്ട്രീയത്തിനപ്പുറം സ്വന്തം വർഗീയ താല്പര്യങ്ങൾ നോക്കാൻ വേണ്ടി തന്നെ തയ്യാറാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ളത് വരുന്നത്. ഒരു കാര്യം മാത്രം, സമയക്കുറവുണ്ട്. ഭാരതം ഒരു കാരണവശാലും ഒരു മതത്തിനും എതിരല്ല. പിന്നെ പറയുന്നത് പോലും ഇന്ത്യയിലുള്ള NGOs 30% മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ NGOs. അത് അവരെ മാത്രം ഉദ്ദേശിച്ചല്ല, ഭാരതത്തിലെ ആളുകൾക്ക് ആവശ്യമുള്ള ഡോക്ടർമാരോ ആവശ്യമുള്ള മറ്റ് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ എത്ര പേർ കണക്കാക്കിയാൽ അതിൻ്റെ വളരെ കൂടുതലാണ് NGOസിൻ്റെ എണ്ണം. ഇത്രയും NGOസിനെ അവരുടെ പണം ഒഴുകി രാജ്യത്തിൻ്റെ മേലിലുണ്ടാകുന്ന സ്വാധീനത്തെ അതിനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നക്സൽ ആക്രമണത്തിന്, നക്സൽ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നടപടിക്ക് പരാജയം ഉണ്ടാവും. കാശ്മീരിൽ കല്ലെറിയുന്നവരെ ആർട്ടിക്കിൾ 370 മറ്റും ഒഴിവാക്കിക്കൊണ്ട് അവരെ നിയന്ത്രിച്ച, അല്ലെങ്കിൽ പച്ചയായിട്ട് പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദത്തെയും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദത്തെയും ക്രിസ്ത്യൻ മതപരിവർത്തന രീതികളെയും കൃത്യമായി ഒന്നുപോലെ പ്രതിരോധിച്ചെങ്കിൽ മാത്രമേ ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഭാരതത്തിൻ്റെ വികസനവും ഉറപ്പാകുകയുള്ളൂ. അത് ഭാരതത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ആവശ്യമാണ്, ഭാരതത്തിൻ്റെ വികസനത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ബില്ല് അത് പാസ്സാകും, ആ നിയമമാകും, ഭാരതത്തിൻ്റെ ഭാവിക്ക് സുരക്ഷിതമായ ഒരു തുടക്കമായിരിക്കും ഇത്. എതിർക്കുന്നവർക്ക് അവിടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് രാഹുൽ ഗാന്ധി ആണെങ്കിലും സോണിയയാണെങ്കിലും ഡാനിയൽ രാജയാണെങ്കിലും മറിയം അലക്സാണ്ടർ ബേബി ആണെങ്കിലും അത്രേ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.